ജനപ്രതിനിധിയായിരിക്കുമ്പോഴും മന്ത്രിയായിരിക്കുമ്പോഴും അഴിമതിക്കെതിരെ എല്ലായ്പ്പോഴും പരസ്യമായി തുറന്ന് എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഗണേഷ് കുമാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബാറുകാർ വീണ്ടും ബാർക്കോഴ എന്നൊക്കെ പറഞ്ഞിട്ട് സമയം നീട്ടി ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് പിരിവ് തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും കൊടുക്കാൻ പാടില്ല. ഇടതുപക്ഷ സർക്കാർ അങ്ങനെ ഇത്തരം മോശപ്പെട്ട കാര്യങ്ങൾക്ക് നിൽക്കുന്ന ആളല്ല. അതിനുവേണ്ടി ആരും പിരിക്കുകയും വേണ്ട, പിരിച്ചാൽ കൊടുക്കുകയില്ല. ഇടതുപക്ഷ മുന്നണി സർക്കാരിന് ഇടതുപക്ഷ മുന്നണിയുടെ ഒരു പോളിസിയുണ്ട്, മദ്യനയത്തെക്കുറിച്ചൊരു നയമുണ്ട്. ആ നയം പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. അതിനാരും ആർക്കും പൈസ കൊടുക്കേണ്ട. ഇവിടെ ആരും പൈസയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നില്ല. ഞങ്ങളത് അംഗീകരിക്കത്തില്ല. അത് ഈ സർക്കാരിനെ കരിവാരി തേക്കാനുള്ള ഒരു തെറ്റായ പ്രചരണമാണ്. അത്തരത്തിൽ ഒരു ബാർക്കോഴയും ഒന്നും നടക്കില്ല ഇവിടെ. ഒരു സംശയം ആർക്കും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു മദ്യ നയമുണ്ട്. ആ നയം ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കും. ഇപ്പം IT പാർക്കുകളിൽ പബ്ബുകളും ബിയർ പാർലറെല്ലാം കൊടുക്കാൻ തീരുമാനിച്ച നയം അത് പ്രഖ്യാപിച്ച നയമാണ്. മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ച നയമാണ്. അതിന് പിന്നെ ആശങ്കയുടെ കാര്യമില്ല. ആരും ആർക്കും ഒന്നും കൊടുക്കണ്ട. നിയമപരമായി കിട്ടേണ്ടത് എല്ലാവർക്കും കിട്ടും. നിയമപരമായി കിട്ടേണ്ടാത്തത് ഒരാൾക്കും കിട്ടത്തില്ല. എത്ര വലിയ പ്രമാണിയാലും കിട്ടത്തില്ല. അതിനുവേണ്ടി ഒരു ഇവിടെ അങ്ങനെ സ്വാധീനമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ LDFൽ ചർച്ച വരും. ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ എടുക്കാറില്ല. ഒരു സംശയം ആർക്കും വേണ്ട. ഒരു കോഴയും ഒരു വിവാദം ഉണ്ടാവില്ല. ആർക്കും കോഴ ആവശ്യമില്ല. കോഴ കൊടുക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ 1.5 വർഷം ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സർക്കാർ കേരളം ഭരിച്ചു. ഒരു കോഴയും വാങ്ങിച്ചില്ലല്ലോ. ഇനിയും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത്യാവശ്യമില്ല ഞങ്ങൾക്ക്.